ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റവയും നേന്ത്രപ്പഴമൊക്കെ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് മറക്കാതെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കും കൂടി വേണേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ഏലക്കായ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം. ഞാനിതപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ റവയിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കുക. കൂടാതെ 1 കപ്പ് ശർക്കരപ്പാനി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 4 അച്ച് ശർക്കര ഉരുക്കിയ പാവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇഷ്ടമുള്ള അത്രയും അളവിലെടുത്തിട്ട് ഉരുക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ റവ കുതിരുന്നത് വരെ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനായിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യോ ബട്ടറോ എന്തെങ്കിലും എടുക്കുക കേട്ടോ. നെയ്യിലും ബട്ടറിലൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2-3 കളറിലുള്ള മുന്തിരി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1.5 പഴം ഇതുപോലെ കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസിലുള്ള ഒരു 1.5 പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഇതൊന്ന് വെന്ത് വരും. കാരണം ഇത് നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്ത നെയ്യിനോട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കുക. പക്ഷെ നെയ്യിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. പഴം വന്ന് വാടി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ തേങ്ങയും പഴവും ഒക്കെ ഒന്നങ്ങ് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നല്ല മധുരമുള്ള പഴമാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനെടുത്ത പഴത്തിന് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ രണ്ടും ഉള്ളത് കൊണ്ട് ഞാൻ രണ്ടും ചേർത്ത് കൊടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒന്നുള്ളൂ വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. രണ്ടും കൂടെ ആകുമ്പോൾ നല്ല കാണാനുള്ളൊരു നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഇടയിൽ കടിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. അത് റെഡിയാക്കി എടുത്ത സമയം കൊണ്ട് തന്നെ നമ്മുടെ റവ കുതിരാനായിട്ട് വെച്ചതൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് വീണ്ടും എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സിന്ന് ഒരു 1/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് കുറച്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ്. ഒരു നുള്ളു ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിത് അവിടെ ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേക്ക് ടീൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ്. അതിന് പറ്റിയ എന്ത് പാത്രമാണോ ഉള്ളത് അതെടുക്കുക. എന്നിട്ട് ഓയിലൊന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പഴത്തിൻ്റെ മിക്സിന്ന് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും അതുപോലെ കുറച്ച് മുന്തിരിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതിൻ്റെ മുകൾ വശം ഒന്നങ്ങ് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കണം. അതിന് മുമ്പ് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവി വെള്ളം ഫോയിൽ പേപ്പറിൻ്റെ മുകളിൽ നിന്ന് അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
നന്നായി ഹോൾസൊക്കെ ഇട്ട ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കുക. അതിനായിട്ട് ഞാനിതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ പഴത്തിൻ്റെ മിക്സുള്ള പാത്രം ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30 to 45 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊരു 35-40 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഞാനിതൊന്ന് നോക്കിയിട്ടുള്ളത്. ഓയിൽ പേപ്പർ എടുത്ത് മാറ്റിയ ശേഷം ഒരു ഇറുക്കിളിയോ സ്ക്വയറോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ നടുവശത്ത് ഇതുപോലെ കുത്തി നോക്കുന്ന സമയത്ത് ആ ഇറുക്കിളിയോ സ്ക്വയർ എന്താണോ അത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഇത് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്, പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. തണുത്ത ശേഷം ഇത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ റവയും പഴവും നട്ട്സൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട്. ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണുള്ളത്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സോഡാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കാണാനുള്ള മൊഞ്ച് പോലെ തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുതേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.